ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ രുചികരമായ മൊരിഞ്ഞ ഉഴുന്നുവട വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്നുള്ള റെസിപ്പി ആയിട്ടാണ്. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് ഉഴുന്ന് 2 മണിക്കൂർ നേരമായിട്ട് കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നു. നന്നായി കുതിർന്നു വന്നിട്ടുണ്ട്. ഈ ഒരു കപ്പിലാണ് നമ്മൾ ഉഴുന്ന് അളന്നെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് വെള്ളം മാറാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായി വാർന്നു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് 2 പ്രാവശ്യമായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുക്കുന്ന സമയത്ത് 2-3 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാവ് ലൂസായി പോവും. ഇടയ്ക്കിടയ്ക്ക് നിർത്തി നമുക്ക് ഇതേമാതിരി അരച്ചെടുക്കാം. അപ്പോൾ ആദ്യത്തെ ബാച്ച് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളത്തിലേക്ക് അല്പം മാവ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് പൊന്തി വരികയാണെങ്കിൽ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഓക്കെ ആണെന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ഉഴുന്നും നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഈ മാവ് നമ്മൾ കുറച്ച് നേരം ഒരു കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടോ സ്മൂത്തായിട്ട് കുറച്ച് നേരം നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കാം. ഇനി മാവ് നമുക്ക് ഒരു അരമണിക്കൂർ നേരം അല്പം പുളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 ഇഞ്ചിയുടെ കഷ്ണം പൊടിയായി അരിഞ്ഞ് ചേർക്കാം. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർക്കാം. കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, 1/4 ടീസ്പൂൺ കായം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, 1 സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞ് ചേർക്കാം. ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മൾ വറുത്തെടുക്കാനുള്ള എണ്ണ നമ്മൾ സ്റ്റൗവിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഇനി നമുക്ക് വട ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം മാവ് കൈ നനച്ച് മാവ് ഉരുളകളാക്കി നടുക്കിലൊരു ഹോളിട്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. ഒരു സൈഡ് നമ്മൾ ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയിട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം നമ്മൾ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡും കൂടി ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റി കോരിയെടുക്കാം. ഇപ്പം നന്നായി ഇതേമാതിരി ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതേമാതിരി നമ്മൾ എല്ലാം വടയും ഇതേമാതിരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ വടയെല്ലാം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. വളരെ രുചികരമായ നമ്മുടെ ഉഴുന്നുവട ഇവിടെ തയ്യാറായി. ഇത് നാളികേര ചട്നിയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു സ്നാക്സാണ്. നമ്മുടെ ഈ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വേറെ നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.